ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന GST കുറിച്ചാണ്. ഗുഡ് സർവീസ് ടാക്സ്. ഗുഡ് സർവീസ് ടാക്സ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്നതും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാം. എന്താണ് GST കുറിച്ച് ആദ്യം പറയാം. GST എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓൾ ഓവർ വേൾഡ് ലെവലിൽ ഉള്ള ടാക്സേഷൻ റൂളാണ്. ഇതിന് നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ്. ദാറ്റ് മീൻസ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ പ്രീ സിനാരിയോ എടുക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ടൈപ്പ് ആയിരുന്നു ടാക്സസ്. ഇവിടെ GSTയിലൂടെ അത് വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് ആയിട്ട് മാറുകയാണ്. എന്താണ് കാണാം നമുക്ക് പ്രീവിയസ് സിനാരിയോയിൽ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഞാനൊരു ഹെൽമെറ്റ് എന്നൊരു പ്രോഡക്റ്റ് എടുക്കാൻ വിചാരിക്കാം, കോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇത് GSTക്ക് മുമ്പുള്ള സിനാരിയോയിൽ ഇതുപോലെ നമുക്ക് കാണാം ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും പല ടാക്സസ് ആയിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഹിമാചലിൽ മുമ്പ് 16 ആണെങ്കിൽ രാജസ്ഥാനിൽ 12% അതേപോലെ നമുക്ക് UPയിൽ 14%, മധ്യപ്രദേശിൽ അത് 11%, വെസ്റ്റ് ബംഗാളിൽ 5%, മഹാരാഷ്ട്രയിൽ 6%, തമിഴ്നാട്ടിൽ 0%. ഇത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഒരു ബിസിനസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നവർക്കും പല ടാക്സസും പല റൂൾസ് ആയിരുന്നു. ഇതിനെല്ലാം GSTയിലൂടെ നമ്മൾ സിംഗിൾ ലെവലിലേക്ക് എത്താണ്. GST വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയുടെ സ്റ്റേറ്റ് ഡിവിഷൻ കൺസെപ്റ്റ് തന്നെ മാറും. ദാറ്റ് മീൻസ് ഓൾ ഓവർ ഇന്ത്യ ഒറ്റ ടാക്സ് റൂളായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഹെൽമെറ്റിന് 18% ടാക്സ് വിചാരിക്കാം. GST വന്നു കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ 18% ആയിരിക്കും ടാക്സ്. സോ വളരെ ഈസി ആയിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലത്തെ എല്ലാം ഇപ്പോൾ നിലവിലുള്ള മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അടുത്തതുപോലെ തന്നെ നമുക്കിപ്പോൾ കാണാം ഇന്ത്യയിൽ ടാക്സിന്റെ റൂൾ പഠിക്കുകയാണെങ്കിൽ സെൻട്രൽ ടാക്സസ് പഠിക്കണം, സർവീസ് ടാക്സ് പഠിക്കണം, വാല്യൂ ആഡ് ടാക്സ്, ഓരോ സ്റ്റേറ്റിലും ഓരോ റൂളാണ്, അതെല്ലാം പഠിക്കണം. എൻട്രി ടാക്സ് പഠിക്കണം, ലക്ഷറി ടാക്സ്, അതർ സെസ്, അങ്ങനെ ഒരുപാട് ടാക്സുകളുടെ കുമ്പാരം തന്നെയാണ് ഇന്ത്യ രാജ്യം. ഇതിനെല്ലാം നമ്മൾ GSTയിലൂടെ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കും. GST വരുമ്പോൾ ഇപ്പോൾ അതർ സെസ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, സെൻട്രൽ എക്സൈസ്, സർവീസ് ടാക്സ്, വാല്യൂ ആഡ് ടാക്സ്, ഇതെല്ലാം കൂടി ഒരു GST ഫോർമാറ്റിലേക്ക് മാറും. ദാറ്റ് മീൻസ് ഇവിടെ സർവീസ് ടാക്സ് ഇല്ല, എക്സൈസ് ഡ്യൂട്ടി ഇല്ല, വാറ്റ് ഇല്ല. നമുക്കൊരു പ്രോഡക്റ്റ് സർവീസ് ആണോ അല്ലെങ്കിൽ അത് എക്സൈസ് ഡ്യൂട്ടി വാറ്റിലേക്കാണോ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. ഇതെല്ലാം മാറി നമ്മൾ GST ഫോർമാറ്റിലേക്ക് എത്തി, അതായത് ഗുഡ് സർവീസ് ടാക്സ് ഫോർമാറ്റിലേക്ക് എത്തി. ഇവിടെ GSTനെ എങ്ങനെയൊക്കെയാണ് തിരിച്ചിട്ടുള്ളത്? GSTനെ 3 തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് IGST പറഞ്ഞ കൺസെപ്റ്റ് ഉദ്ദേശിച്ച് നമ്മൾ ഇപ്പോൾ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസിന് ചാർജ് ചെയ്യുന്ന ടാക്സാണ് IGST. അതേപോലെ തന്നെ CGST ഉണ്ട്, SGST ഉണ്ട്. CGSTയും SGSTയും ചാർജ് ചെയ്യണത്, അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് വിചാരിക്കുക, കേരളത്തിൽ തന്നെ ജില്ലകൾ തമ്മിലുള്ള ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ കേരളത്തിലുള്ളിലുള്ള ട്രാൻസാക്ഷനോ എല്ലാം CGST SGST ഫോർമാറ്റിലായിരിക്കും. ഇത് എങ്ങനെയാണ് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ വഴി കാണാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഡൽഹി എന്ന സംസ്ഥാനത്തിന് നമ്മൾ കേരളത്തിലേക്ക് ഒരു ഗുഡ്സ് അയക്കുന്നു. ഈ ഗുഡ്സ് അയക്കുമ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഫോർമാറ്റ് പറഞ്ഞാൽ IGST ടാക്സ് ഫോർമാറ്റിലായിരിക്കും വരിക. അതേപോലെ തിരിച്ച് നമ്മളിപ്പോൾ എറണാകുളത്തിന് ഞാൻ ഒരു പ്രൊഡക്റ്റ് തിരുവനന്തപുരത്തേക്ക് അയക്കാന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യണത് CGST തന്നെ SGST റൂളിലായിരിക്കും. ഇവിടെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റിന് ഒരു പ്രൊഡക്റ്റ് എടുക്കുക, ഹെൽമെറ്റിന് 18% ടാക്സ് ഓൾ ഓവർ ഇന്ത്യ. സോ IGSTയിൽ നമുക്ക് 18% ചാർജ് ചെയ്യാം. ഇവിടെ ഞാൻ ജില്ലകൾ തമ്മിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ 18% രണ്ടായിട്ട് തിരിക്കും. പകുതി IGST, പകുതി CGST ലെവലിലായിരിക്കും നമ്മൾ ബില്ല് ചെയ്യാം. ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണാം നമുക്ക്. ഇപ്പോൾ ഞാൻ മുമ്പത്തെ GSTക്ക് മുമ്പുള്ള സിനാരിയാണ് ഒരു എക്സാമ്പിൾ. GSTക്ക് മുമ്പ് നമുക്ക് ഇവിടെ ഒരു ഹെൽമെറ്റാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് വിചാരിക്കുക. ഒരു മാനുഫാക്ചർ ഞാൻ സെയിൽ ചെയ്യണം. ഹെൽമെറ്റിൻ്റെ കോസ്റ്റ് 1000 രൂപയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ ഞാൻ എക്സൈസ് ഡ്യൂട്ടി ചാർജ് ചെയ്യാണ്, കാരണം അന്ന് 12% എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, സെസ് അടക്കം. അതിൻ്റെ ഒപ്പം തന്നെ CST ചാർജ് ചെയ്യണം 2%, കാരണം ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണ്. മൊത്തം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് വരുന്നത് 1148 ഒരു ഡീലർക്ക് കോസ്റ്റ്. ഡീലർക്ക് ഇൻവോയ്സ് പോയി, ഡീലർ ഇൻവോയ്സ് ഇവിടെ കൺസ്യൂമർക്ക് പേ ചെയ്യാൻ വിചാരിക്കും. ഡീലർ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? കോസ്റ്റ് 1148, കാരണം എക്സൈസ് ഡ്യൂട്ടി CST കൂടി വർക്കൗട്ട് ചെയ്ത് 1148, ഒരു 10% ലാഭം എടുത്ത് 114 രൂപ. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 1262. അത് കഴിഞ്ഞ് ഇവിടെ 18% ടാക്സ് ചാർജ് ചെയ്യണം. അപ്പോൾ 14% വാറ്റ് ചാർജ് ചെയ്യണം. അത് 151 രൂപ ചാർജ് ചെയ്തു.
ഇവിടെ നമുക്ക് ടോട്ടൽ വരുന്നത് 1413 രൂപയാണ്. അതായത് ഒരു കൺസ്യൂമർ 1000 രൂപ കോസ്റ്റിലെ പ്രൊഡക്റ്റിന് ടാക്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ, ലാഭം കഴിഞ്ഞ് വരുമ്പോൾ 1413 രൂപയാണ് ഇവിടെ പേ ചെയ്യേണ്ടത്. ഇത് GSTക്ക് മുമ്പുള്ള സിനാരിയോ. GST വന്നു കഴിഞ്ഞാൽ ഇവിടെ ടാക്സിന്റെ റൂളിലൊക്കെ ചെറിയ ചേഞ്ചസ് വരും. മാനുഫാക്ചറിന്റെ കോസ്റ്റ് 1000 രൂപയാണ്. ഇവിടെ IGST ആണ് ചാർജ് ചെയ്യുന്നത്, കാരണം ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് ആണ്. അത് 18% ചാർജ് ചെയ്യും. 150 രൂപയാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ ആ പ്രൊഡക്റ്റിന്റെ ഇത് വരുമ്പോൾ, പ്രൈസ് വരുമ്പോൾ 1180, അതായത് ഡീലർ ഇൻവോയ്സിൽ. പക്ഷേ ഇവിടെ ചെറിയ ചേഞ്ചസ് വരുന്നത്, ഡീലർക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് വരുന്നത് വെറും 1000 രൂപയുള്ളൂ. കാരണം ഈ 18% ടാക്സ്, മുമ്പ് പിടിച്ച ടാക്സ് ഇവിടെ ഇൻപുട്ട് കിട്ടും. നമ്മൾ മുമ്പ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻപുട്ട് നമുക്ക് കിട്ടും. സോ ഇവിടെ 10% മാർജിൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപയാണ് മാർജിൻ. ടോട്ടൽ സെയിലിംഗ് പ്രൈസ് 1100 രൂപ. ഇത് കഴിഞ്ഞ് CGST ചാർജ് ചെയ്തു 9%, SGST ചാർജ് ചെയ്തു 9%, മൊത്തം വരുന്നത് 1298. അപ്പൊ കസ്റ്റമർ പേ ചെയ്യേണ്ടി വരും 1298. ദാറ്റ് മീൻസ് 115 രൂപ കുറവ് പേ ചെയ്താൽ മതി. 8% പ്രൈസ് കുറയും ഹെൽമെറ്റില്. ദാറ്റ് മീൻസ് മുമ്പ് 14% വാറ്റ് ഉണ്ടായിരുന്ന ഹെൽമെറ്റ് 18% GST വരുമ്പോൾ പോലും നമുക്ക് 8% കുറയും. കാരണം നമുക്കിവിടെ എക്സൈസ് ഡ്യൂട്ടിക്ക് മുമ്പ് കോസ്റ്റ് ആയിരുന്നു, അതൊക്കെ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. സോ ഇത് വളരെ ലാഭകരമാണ് നമുക്ക് GST കൺസ്യൂമർ ലെവലിൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു കോമൺ മാനെ സംബന്ധിച്ച് മുമ്പ് GSTക്ക് മുമ്പ് എങ്ങനെയായിരുന്നു? സാധാരണ നമ്മൾ എല്ലാ പ്രൊഡക്റ്റിനും ടാക്സ് പേ ചെയ്യുന്നുണ്ട്, നമ്മൾ കാണാറില്ല. അതായത് ഇൻഡയറക്ട് ടാക്സ്. അത് ഏകദേശം 27% മുതൽ 32% വരെയാണ് ജനറലി ഒരു പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുക. സർവീസ് ടാക്സ് ആണെങ്കിൽ 15%. കാരണം ഇപ്പം നമ്മളൊരു ഹോട്ടൽ ബില്ല് അല്ലെങ്കിൽ ടെലിഫോൺ ബില്ല്, അതുപോലെ മൊബൈൽ ബില്ല്, ഇതെല്ലാം വരുന്നത് 15% ടാക്സ് ചാർജ് ചെയ്തിട്ടാണ് വരാറ്. ആഫ്റ്റർ GST വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കുറയും. കാരണം നമ്മൾ മുമ്പ് കണ്ട പോലെ എക്സൈസ് ഡ്യൂട്ടിയൊക്കെ റീഫണ്ട് കിട്ടുമ്പോൾ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കുറയും. പക്ഷേ കോസ്റ്റ് ഓഫ് സർവീസ്, അതായത് ടെലിഫോൺ ബില്ലിലൊക്കെ ചെറിയ വേരിയേഷൻ വരും. 2% മുകളിലേക്ക് കയറും. ഇവിടെ ഏതൊക്കെ രീതിയിലാണ് ടാക്സ് കൊടുത്തിട്ടുള്ളത് സർക്കാർ? ടാക്സ് റേറ്റ് ഉള്ളത് ഏതൊക്കെയാണ്? 0% ഉണ്ട് ടാക്സ്, 5%, 12%, 18%, 28%. ഈ 5 സ്ലാബുകളുണ്ട്. ഈ 5 സ്ലാബിനെ എങ്ങനെയാണ് പ്രൊപ്പോർഷൻ ചെയ്തിട്ടുള്ളത്? ദാറ്റ് മീൻസ് ടോട്ടൽ 100 പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതിനെ ഏതൊക്കെ രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ട് കാണാം. കോമൺലി 0% ടാക്സ് ഉണ്ട്. അത് ഹെൽത്ത് സെക്ടറും അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് ഒക്കെ 0% എക്സംഷൻ ഉള്ള വരുന്നത്. അത് 7% പ്രൊഡക്റ്റ് 0%ലാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ 14% പ്രൊഡക്റ്റും 5%ലാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 12% പ്രൊഡക്റ്റുകൾ, ദാറ്റ് മീൻസ് ആയുർവേദിക് മെഡിസിനും പല മൊബൈൽ ബില്ലൊക്കെ, മൊബൈൽ ഫോണൊക്കെ വരുന്നത് 12% ടാക്സിലാണ് വരുന്നത്. അതായത് 17% പ്രൊഡക്റ്റ്. ഭൂരിഭാഗം പ്രൊഡക്റ്റുകളും, അതായത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളും വരുന്നത് 43% പ്രൊഡക്റ്റുകൾ വരുന്നത് 18% ടാക്സിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഏകദേശം ഒരു 70-80% പ്രൊഡക്റ്റ് വരുന്നത് 18% താഴെയാണ്. പിന്നെ ലക്ഷറി പ്രൊഡക്റ്റ് ആയത് നമ്മുടെ കാറ്, അതുപോലെ വൈറ്റ് ഗുഡ്സ്, ഇതൊക്കെയാണ് 28% ടാക്സിൽ വന്നത്. 28% ടാക്സിൽ വന്നാൽ പോലും നമുക്ക് മുമ്പ് സൈഡിൽ കാണാം ഇൻഡയറക്ട് ടാക്സ് 27-32%. എന്നാലും 1% അല്ലെങ്കിൽ നമുക്ക് കുറയാണ് ചെയ്യുന്നത്. ടാക്സേഷൻ റൂളിൽ പ്രകാരം വളരെ റേറ്റ് കുറയും GST വന്നു കഴിഞ്ഞാൽ. GST എങ്ങനെയാണ് രാജ്യത്തിന് ബെനിഫിറ്റ്? ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിന് എങ്ങനെയൊക്കെയാണ് GST ബെനിഫിറ്റ് ചെയ്യുന്നതാണ്? ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് ടാക്സ് റൂൾ പഠിക്കണം, അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിരുന്നു നമുക്ക് മുമ്പ്. ഇതെല്ലാം കുറഞ്ഞ് നമുക്ക് വളരെ സിമ്പിൾ ടാക്സ് റൂളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോസ്റ്റ് കുറയുക, ടാക്സിന്റെ കോംപ്ലിക്കേഷൻ കുറയുകയും ചെയ്യുന്നത്. രണ്ടാമത് റവന്യൂ കൂടും. സർക്കാരിന് ടാക്സിന്റെ രീതിയിൽ റവന്യൂ കൂടും. കാരണം ഇവിടെ ടാക്സ് വെട്ടിക്കുന്നതിന്റെ സാധ്യത വളരെയധികം കുറയും. കാരണം നമുക്ക് പ്രൊഡക്ഷൻ മുതൽ തന്നെ താഴെ വരെ ടാക്സ് ചാർജ് ചെയ്യുമ്പോൾ ഇതിന്റെ ബില്ലിൽ കൊടുത്താൽ തന്നെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് ലാഭകരമായിട്ട് കച്ചവടം ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ടാക്സ് ഇവേഷൻ വളരെയധികം കുറയും. സെക്കൻഡ്ലി, വൺ കോമൺ മാർക്കറ്റായി മാറും. ദാറ്റ് മീൻസ് നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ഓരോ സ്റ്റേറ്റിന്റെ റൂളും പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിന്റെ ടാക്സേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രജിസ്റ്റേർഡ് ഡീലർ ആണെങ്കിൽ അവർക്ക് ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും ഇവിടെ കച്ചവടം നടത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. മുമ്പത്തെ പോലെ സി ഫോം കളക്ട് ചെയ്യാലോ അങ്ങനത്തെ CST ചാർജിലോ തലവേദനയില്ല.
ആൾക്ക് IGST ബില്ലിൽ വെച്ചിട്ട് IGST ചാർജ് ചെയ്തിട്ട് ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും ബില്ല് ചെയ്യാം. അത് സ്റ്റോക്ക് ട്രാൻസ്ഫറിന്റെ ബ്രാഞ്ച് ഗോഡൌണൊന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രോത്ത് ഇൻ GDP, ദാറ്റ് മീൻസ് നമുക്ക് കാണാം ഇന്റർനാഷണൽ ലെവലിലെ ഏജൻസികൾ തന്നെ ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ GST വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ GDP 2% വരെ കൂടാം. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ പമ്പിങ് കൂടും. പിന്നെ മാനുഫാക്ചർ ഗുഡ്സിന് വില കുറയും. ദാറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹെൽമെറ്റിന്റെ കേസ് പറഞ്ഞാൽ 8% അല്ലെങ്കിൽ 6% വില കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആൾക്കാരെ ഡിസ്പോസബിൾ ഇൻകം കൂടും, കൂടുതൽ പ്രൊഡക്റ്റുകൾ മേടിക്കും, അല്ലെങ്കിൽ കൂടുതൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും, കൂടുതൽ ജോലി സാധ്യത ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് GSTയിലൂടെ. പിന്നെ അതുപോലെ ബൂസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കിന് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂൾസും പോളിസീസൊക്കെ വളരെയധികം ഈസി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൂടും. സോ മൊത്തത്തിൽ രാജ്യത്തിന് വളരെയധികം ഉപകാരം ചെയ്യും GST. ടോട്ടലി GST വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ രാജ്യത്തിൽ യുവാക്കൾക്കുമായാലും അതുപോലെ തന്നെ സർക്കാരിനായാലും ഒരുപാട് ജോലി സാധ്യതകളും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും ഒരുപാട് ലാഭകരമായിട്ടുള്ള ടാക്സ് റൂളും നമുക്ക് നേടാൻ സാധിക്കും. സോ നമുക്ക് GST വരവെടുക്കാം. അതുപോലെ GSTയെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബ്ലോഗിൽ വിസിറ്റ് ചെയ്യാം. accessskillcorner.com ബ്ലോഗിൽ വിസിറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GST കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.